എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി കെ തുമ്പക്കാരൻ. ഇപ്പോൾ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ഇതുവരെയും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇറാൻ്റെ ആവശ്യം യുദ്ധം മൂലമുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും അമേരിക്ക അതിൻ്റെ നഷ്ടങ്ങൾ നികത്തണം. മറിച്ച് അമേരിക്ക പറയുന്നു അത് സാധ്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് രണ്ടും നടക്കാത്ത കാര്യങ്ങൾ. അങ്ങനെ വാദപ്രതിവാദങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ തകരുന്നത് സമാധാനമാണ്. ഇറാൻ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുന്നത് അവരുടെ യുദ്ധവുമായുള്ള മുന്നോട്ട് പോക്കാണ്. ഇത് മുൻ നാളുകളിൽ അവർ പ്രീ പ്ലാൻ ചെയ്തിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് ഇസ്രയേലിനെതിരായും അമേരിക്കയ്ക്കെതിരായും. അത് കുറച്ച് ഏർലിയറായി സംഭവിച്ചു. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കണക്ക് യുദ്ധത്തിൽ ഇവർക്ക് വിജയം വരിക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഇവർ ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകളെ വളർത്തുന്നതും അവർക്ക് വേണ്ട ധനസഹായം എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവർ തന്നെയാണ് ലബനാനിലും സിറിയയിലും ഒക്കെ പല ഭാഗത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും ഗസയിലുമൊക്കെ. ഇവർ ഒട്ടും സമാധാനം ആഗ്രഹിക്കുന്നില്ല. ഇറാനിയൻ ജനത സമാധാനപ്രിയരാണ്. പക്ഷേ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ റവല്യൂഷണറി ആർമിയും ഈ സമാധാനം അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ പീഡിപ്പിക്കുക, ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്യുക, ഇത് ഇറാൻ്റെ ഒരു സ്ഥിരം പലവായി മാറിയിരിക്കുകയാണ്. അവർ കാട്ടിക്കൂട്ടുന്ന ഏത് കാട്ടാളത്തരവും അള്ളാഹുവിൻ്റെ പേരിലാണെന്ന് പറയുകയും അതിൽ വേണ്ടി മാത്രം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇത് ഒട്ടും അംഗീകരിക്കാമെന്നുള്ള കാര്യമല്ല. ഒരു മതഗ്രന്ഥങ്ങളും മനുഷ്യനെ തകർക്കാനും മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാനും ഒരു മതഗ്രന്ഥങ്ങളും പറയുന്നില്ല. എന്നാൽ ഇറാൻ്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. അവർ സമാധാനത്തിലോട്ട് അത്ര ആഗ്രഹിക്കുന്നവരാണ്. ഇതെല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ആവശ്യത്തിലധികം സമ്പത്ത് കൂടിക്കിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇത് തന്നെയാണ് അമേരിക്കയ്ക്കും ഇറാനും ഈവൻ ഇസ്രായേലിനുമൊക്കെയുള്ള ഒരു ധാരണ. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇറാനിൽ തന്നെ ഒത്തിരി ജനങ്ങൾ അവിടെ തന്നെ വധിക്കപ്പെടുന്നു. അത് അവരുടെ പട്ടാൾക്കാർ തന്നെയാണ് അവർ വധിക്കപ്പെടുന്നത്. ഇനി ഇറാനിൽ ഈ സമീപകാലത്തൊരു സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അവിടുത്തെ മതമൗലികവാദികളും അവിടുത്തുള്ള റവല്യൂഷണറി ഗാർഡും ചേർന്ന് ഒരിക്കലും ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നമുക്കൊന്നും പുറത്ത് അറിയില്ല, അവരറിയിക്കുന്നുമില്ല. വളരെ ശോചനീയമായൊരവസ്ഥയാണ്. ഇനി ഇസ്രായേൽ അവരും സമാധാനപ്രിയരെന്ന് പറയുന്നെങ്കിലും അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഇറാനെയും ഇസ്രയേലിനെയും അമേരിക്കയും മറ്റാരും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ കൂടി അനുഭവിക്കുന്ന ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളവരാണ്. അതിന് പല നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്ലേശം, ഇന്ധനക്ഷാമം, ഭക്ഷ്യക്ഷാമം, തൊഴിൽ ഇല്ലായ്മ, സമാധാനത്തിൻ്റെ കുറവ്, മറ്റുള്ള എല്ലാ മേഖലയിലുള്ള അസ്ഥിരത, ഏറ്റവും പ്രധാനമായുള്ളത് ഗതാഗതം. ഇവയെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ കടകളും അടഞ്ഞു പോകുന്നു. ഇന്ധന ഗ്യാസ് ലഭിക്കുന്നില്ല. ഇവിടെ എല്ലാം ഓക്കെയാണ്, എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള ഈ ഇലക്ഷൻ സ്റ്റണ്ട് അടിച്ച് ബീമ്പടിക്കുന്ന കുറേ ഭരണകർത്താക്കളല്ലാതെ വേറെ പ്രായോഗികമായി ഇവിടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും ലഭ്യമല്ല. ഇപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇറാൻ യുദ്ധമെന്നോ ഇസ്രായേൽ യുദ്ധമെന്നോ അമേരിക്കയുടെ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പാവം കഷ്ടപ്പെടുന്ന മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന പാവം ഇന്ത്യൻസാണ്. ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാരുള്ള സ്ഥലത്ത് അവർ പഴകിയവരാണ്.
അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അവർ നാട്ടിലുള്ള സ്വത്തുവകകളൊക്കെ വിറ്റ് അവർ സ്വന്തം ദുബൈയിൽ തന്നെ സ്വന്തം പാർപ്പിടങ്ങൾ വാങ്ങി അവിടെ ജോലി ചെയ്ത് ഒരു സമാധാനമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ യുദ്ധം പുറപ്പെട്ടത്. ഇതിനാരാണ് ഉത്തരവാദിത്വം? ആരെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അത് ഇറാനോ അമേരിക്കയോ വടികാൽ ഈ ഇസ്രയേലോ ഇവരോടൊപ്പം നിൽക്കുന്ന മറ്റു പല രാജ്യക്കാരുണ്ട്. ഒരു മൂകമായ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഈ നഷ്ടങ്ങളെല്ലാം വന്ന് അനുഭവിക്കുന്നത് ആ ഓരോ വ്യക്തികൾ തമ്മിലാണ്. നമ്മുടെ ഇവിടെ മിസൈലും മറ്റൊരു ഇതും ഇല്ലെങ്കിൽ പക്ഷെ നമ്മളും പാർട്ടിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രീതിയിൽ പോയാൽ ഇവിടുത്തെ തൊഴിലിടങ്ങളിലെ എല്ലാം സ്തംഭനാവസ്ഥയിലാണ്. നമുക്കെല്ലാം അറിയാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ അറിയാൻ പറ്റും എത്ര കടകൾക്ക് ഷട്ടർ ഇട്ടിരിക്കുകയാണെന്ന്. നടത്തുന്നില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അതായത് ഇവിടെ സമാധാനമായി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഇല്ലാതാകുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇന്ധനമില്ലാതെ വരുമ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് അറിയേണ്ടതാണ്. അപ്പോൾ എത്രയും വേഗം സമാധാനം നമുക്ക് ലോകത്തിന് ആവശ്യമാണ്. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കണം. ഇന്ത്യ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, നല്ലത് തന്നെ. ബട്ട് നമുക്ക് ഇതിന് എത്ര നാൾ നിൽക്കുമെന്ന് ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വയ്യാത്തൊരവസരമാണ്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും നാട്ടിലുള്ള പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നാട്ടിലെ വസ്തുവകളെല്ലാം വിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 സ്ഥലത്തെങ്കിലും നിങ്ങൾ തിരിച്ചു വന്നാൽ ഒരു ചെറിയൊരു കൂര വയ്ക്കാനെങ്കിലും അത് മാറ്റിയിടുന്നത് നന്നായി. എല്ലാം വിറ്റ് നിങ്ങൾ അന്യനാട്ടിൽ ചേക്കേറുക, കുഴപ്പമില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, അവസാനം നമുക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അതായത് എവിടെ ആയിരുന്നാലും നമ്മൾ എത്ര പ്രഗത്ഭരായിരുന്നാലും എത്ര ശക്തികളായിരുന്നാലും ഇതെല്ലാം ഒരേപോലെ ഒരു നാൾ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കുമെന്ന് ആർക്കും ഒരു ഗ്യാരൻറ്റിയുമില്ല. ജീവിതം നാളെ ഏത് രീതിയിലാണ് ജീവിതത്തിൻ്റെ ദിശ മാറുക എന്ന് നമുക്കറിയില്ല. നമ്മൾ അനായാസം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബോംബെയിലോ ബാംഗ്ലൂരോട് പോകുന്ന അനായാസം ഈസിയായിട്ട് യാത്ര ചെയ്ത സ്ഥലമായിരുന്നു ദുബായ്. ഒരു ടൂർ അടിക്കാൻ വീക്കെൻഡൊക്കെ അവിടെ അനായാസം പോയി സ്പെൻഡ് ചെയ്ത് കുറച്ച് സുഹൃത്തുക്കളും മറ്റടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അതിന് പോണവർ ഇപ്പോൾ അതെല്ലാം സ്റ്റാപ്പായി. കണ്ടില്ലേ? ഇത് നമുക്കൊരു ഒരു 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 അടയാളങ്ങളാണ്. നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഇനി ഫ്യൂച്ചറിൽ വന്നുകൂടായിക്കല്ല. യുദ്ധം സമാധാനമാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം സമാധാനമായിട്ട് ജീവിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഉള്ള ആവശ്യങ്ങൾ. ബട്ട് ഇതിനപ്പുറം സമാധാനമില്ലാത്തൊരു അന്തരീക്ഷവും നമുക്കുണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ അന്ന് അതിനെ എങ്ങനെ അതിജീവിക്കണം, അതിനുള്ള എല്ലാ മുൻകരുതലുകളും നാം ഉണ്ടാക്കിയിരിക്കണം. കഴിയുന്നതും ശരിക്കൊരു സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാകാം. ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കൂടുതലും അറിയാത്തത് ഈ പത്രക്കാർ അതിന് കൂടുതൽ പ്രയോഗിക്കുക. അവർ കോടികൾ വാങ്ങി അവർ പാർട്ടിക്കാരുടെ ഇലക്ഷൻ സ്റ്റണ്ടിനെ കുറിച്ച് പറയാനും അതിനും മാത്രമേ അവർക്ക് സമയമുള്ളൂ. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തെക്കുറിച്ച് മറ്റുള്ളതിനെക്കുറിച്ച് ഒരു ഇതുമില്ല. നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ വിവരദോഷികളുടെ പടം വെച്ച പരസ്യങ്ങളല്ലാതെ വേറൊന്നും പത്രത്തിൽ കാണാനില്ല. പിന്നെ ഇവർ വണ്ടി അവിടെ പോയി ഇവിടെ പോയി ഇവിടെ ഈ യാതൊരു ഗുണകരമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ജയിക്കാൻ വേണ്ടി ഓരോ പാർട്ടിയുടെയും പക്ഷം പിടിച്ച് ക്യാമറമായിട്ട് കിടക്കുന്ന കുറേ ചാനൽ ആൾക്കാരും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രധാനമായി നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് അടിസ്ഥാനപരമായ വ്യക്തമായ ഓരോ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലായിരുന്നാലും ശരി മറ്റ് ചാനലുകളിലായിരുന്നാലും പത്രത്തിലും കിട്ടിയില്ല. അത് തുറന്നു നോക്കിയാൽ ഈ വാദപ്രതിവാദങ്ങൾ, ഓരോ പാർട്ടിക്കാരുടെ വാദപ്രതിവാദങ്ങൾ, ഓരോരുത്തരുടെ അപ്ഡേറ്റ്സ് ഇത് മാത്രമേ കാണാനുള്ളൂ. അല്ല ഒന്നും നമുക്കതിൽ കാണാനില്ല. പക്ഷെ നാം ബുദ്ധിമുട്ടുന്നത് ആരും അറിയില്ല. എത്ര പേരാണ് നാട്ടിൽ നിന്ന് വരാൻ വയ്യാതെയും ഒക്കെ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം നമുക്കൊരു അനുഭവങ്ങളായി മാറ്റുക. ദയവേത് പ്രവാസികളായ എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി പറയാനുള്ളൂ, നിങ്ങൾ നാട്ടിലുള്ള വസ്തുവകൾ മൊത്തം വിറ്റ് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് കുടിയേറാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഇവിടെ ഒന്നും ബാക്കി വയ്ക്കുക, ശകലമെങ്കിലും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ശോചനീയമായിരിക്കും. ഇതേപോലുള്ളൊരു യുദ്ധം ഇനിയും വന്നുകൂടായിക്കില്ല. വന്നാൽ ഇനി ഇതിനേക്കാളും മോശമായ ഒരു സാഹചര്യത്തിൽ എത്തിയേക്കാം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഉള്ളതുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ അത് നിങ്ങൾക്ക് സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം. അത് കഴിവതും അടിച്ചു പൊളിച്ച് കളയാതെ ആർഭാട ജീവിതം നയിക്കാതെ
കുറച്ചെങ്കിലും പരിമിതമായ രീതിയിൽ അതിനെ ചിലവാക്കുക, മിച്ചം വയ്ക്കുക. അതായിരിക്കും ഇനി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പരക്കം പായുന്ന വിറകടുപ്പിനും വിറകിനും വേണ്ടി പരക്കം പായുന്നൊരവസ്ഥ നമ്മിലുണ്ടാകും. എക്കണോമിക് കണ്ടീഷൻ അത്ര ടോപ്പല്ല. ഇനി ഉള്ളവർ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം നന്നായിട്ട് വരട്ടെ, സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.